സിനിമയിലെ വിജയം മറ്റെന്തിനേക്കാളും ബോക്സ് ഓഫീസ് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അളക്കുന്നത്. റിലീസിനു ശേഷം അവരുടെ സിനിമകൾ എത്രമാത്രം സമ്പാദിക്കുമെന്നതാണ് അഭിനേതാക്കളുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. ആ മാനദണ്ഡമനുസരിച്ച് ബോളിവുഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ താരങ്ങളാണ് ഖാൻമാർ. ഷാറൂഖ്, സൽമാൻ, ആമിർ എന്നീ 3 പേരും തങ്ങളുടെ കരിയറിൽ ആഗോള ബോക്സ് ഓഫീസിൽ 7000 കോടിയിലധികം നേടിയിട്ടുണ്ട്. എന്നിട്ടും 10,000 കോടി കടന്ന ഒരു നടിയെ മറികടക്കാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വലിയ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ലാത്ത താരമാണ് ദീപിക പദുക്കോൺ. ഈ മേൽപ്പറഞ്ഞ നേട്ടങ്ങളെല്ലാം നേടിയ താരമാണ് സാക്ഷാൽ ദീപിക. രാജ്യത്തെ ഏറ്റവും വലിയ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെക്കാൾ മുന്നിലേക്ക് കുതിക്കാൻ ദീപികയെ സഹായിച്ചത് അവരുടെ കാമ്പുള്ള ചിത്രങ്ങളായിരുന്നു. 18 വർഷത്തെ കരിയറിൽ ദീപികയുടെ ചിത്രങ്ങൾ ആഗോളതലത്തിൽ ബോക്സ് ഓഫീസിൽ 10,200 കോടി രൂപയാണ് നേടിയത്. തന്റെ 30 ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് വിജയത്തിലൂടെ മാത്രം 9,000 കോടിയിലധികം ആഗോള ഗ്രോസ് കളക്ഷനുമായി ദീപിക പദുക്കോൺ അവിശ്വസനീയമായ റെക്കോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. അത് ഇന്നും തുടരുകയാണ്. അതിനിടെ അടുത്തിടെ പുറത്തിറങ്ങിയ സിംഗം അഗൈൻ എന്ന ചിത്രത്തിന്റെ ഓൾ ടൈം വരുമാനത്തിൽ 200 കോടി കടന്നതോടെ ദീപിക ഔദ്യോഗികമായി 10,000 കോടി ക്ലബിൽ പ്രവേശിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തന്റെ ബോക്സ് ഓഫീസ് ഗ്രോസിലേക്ക് 4,000 കോടി രൂപയിലധികം ചേർക്കാൻ ദീപികയ്ക്ക് കഴിഞ്ഞു. അതോടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിജയകരവും ഏറ്റവും കൂടുതൽ പ്രതിഫലവും വാങ്ങുന്നതുമായ വനിതാ താരമായി ദീപിക പദുക്കോൺ ഉയർന്നു. ആഗോള ഗ്രോസ് കളക്ഷനിൽ ഷാറൂഖ് ഖാൻ, അക്ഷയ് കുമാർ, സൽമാൻ ഖാൻ, ആമിർ ഖാൻ എന്നിവരെ എല്ലാം പിന്നിലാക്കിയാണ് ദീപ്സിന്റെ കുതിപ്പ്. 2 മെഗാ ചിത്രങ്ങളായ കൽക്കി 2, ബ്രഹ്മാസ്ത്ര 2 എന്നിവയിൽ ദീപിക അഭിനയിക്കുമെന്ന് റിപ്പോർട്ടുകൾ കൂടി വന്നതോടെ ദീപികയെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറയേണ്ടി വരും ബോളിവുഡിന്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.